My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 331 എപ്പിസോഡിൽ ആഴ്സനിക്കം അയഡേറ്റം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ട ജനറൽ സിംറ്റംസിൻ്റെ തുടർച്ചയുണ്ട്. അതുകൂടാതെ തലയുമായിട്ട് ബന്ധപ്പെട്ട മൂക്ക്, കണ്ണ്, ചെവി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസ് വരുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് നമുക്ക് ശ്രമിക്കാം. ആങ്കർ ആൻഡ് ഇറിറ്റബിലിറ്റി ഡ്യൂറിങ് ഓൾ കംപ്ലയിൻസ്, aversion to answering questions, extreme anxiety, restlessness and fear, worse in a warm bed. ചൂടുള്ള കിടക്കയിൽ ആഴ്സനൈറ്റിസം പേഷ്യൻറ്റിൻ്റെ പല മാനസിക ലക്ഷണങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ദേഷ്യം, ആകെ അസ്വസ്ഥത, ഒരു ഞെരിപിരി കൊള്ളുക എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥ. എല്ലാ ശാരീരിക പ്രശ്നങ്ങൾക്കിടയിലും ആഴ്സനിക് അയഡേറ്റം രോഗിക്കുണ്ടാകുന്ന പലതരം ശാരീരിക പ്രശ്നങ്ങൾക്കിടയിലും ഈ ദേഷ്യം, അസ്വസ്ഥത, നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യം വരൽ, അതൊക്കെ ഉണ്ടാകും. ചോദ്യങ്ങളോട് മറുപടി പറയാൻ മടി, വല്ലാത്ത ഉത്കണ്ഠയുടെ അങ്ങേയറ്റം, അസ്വസ്ഥതയും ഭയവും, ഇതൊക്കെ ചൂടുള്ള കിടക്കയിൽ വർദ്ധിക്കുന്നു. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് മോർണിംഗ് ആൻഡ് ഈവനിങ്, പ്രഭാതത്തിലും സായാഹ്നത്തിലും സന്ധ്യയ്ക്കും മനസ്സാകെ ആശയക്കുഴപ്പത്തിലാവുന്നു. ഡെലിറിയം ഡ്യൂറിങ് നൈറ്റ്, രാത്രിയിൽ ആകെ മനോവിഭ്രാന്തി വരുന്നു. ഇല്യൂഷൻസ് ഓഫ് ഫാൻസി ആൻഡ് ഡെല്യൂഷൻസ് അബൌട്ട് ഡെഡ് പീപ്പിൾ, സാങ്കല്പീയ സ്വപ്നങ്ങൾ, സാങ്കല്പീയ കാര്യങ്ങൾ, മനസ്സ് ഓരോന്നോ സങ്കല്പിക്കുന്നു, അതിലിങ്ങനെ ലയിക്കുന്നു. മരിച്ച ആളുകളെ കാണുന്നതൊക്കെയായിട്ടുള്ള സങ്കല്പങ്ങൾ, ഡെല്യൂഷൻ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ക്രോണിക് നേച്ചർ ഉണ്ട്, അത് സ്ഥിരമായിട്ട് നിൽക്കും. സാഡ്നെസ് ഈവൻ ടു ഡിസ്പെയർ, ആകെ നിരാശയോളം എത്തുന്ന ദുഃഖം. ഡിസ്കണ്ടൻമെന്റ്, അതൃപ്തി. ആൻഡ് ഹീസ് ഓഫൺ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ്, പലപ്പോഴും ആൾ വല്ലാതെ ഉത്തേജിത അവസ്ഥയിലായിരിക്കും. മെന്റൽ എക്സോഷൻ ഇൻക്രീസസ് മെനി ഓഫ് ഹിസ് സിംറ്റംസ്. അപ്പോൾ ആഴ്സനിക് അയഡേറ്റം രോഗിയുടെ പല പ്രശ്നങ്ങളെയും മാനസികമായ അധ്വാനം വർദ്ധിപ്പിക്കും. ദർ ഇസ് മാർക്ക്ഡ് മെന്റൽ വീക്ക്നെസ്, മനസ്സിൻ്റെ ക്ഷീണിതാവസ്ഥ വളരെ ശ്രദ്ധേയമായ തോതിലുണ്ട്. ഫിയർ ഓഫ് ഇൻസാനിറ്റി, താൻ ഭ്രാന്തിലേക്കാണോ പോകുന്നത്, എനിക്ക് ഭ്രാന്ത് വരുമോ എന്നുള്ള ഭയം. ഓഫ് മിസ്ഫോർച്യൂൺ, ദൗർഭാഗ്യത്തെക്കുറിച്ചുള്ള ഭയം. ഓഫ് പീപ്പിൾ, ആളുകളെക്കുറിച്ചുള്ള ഭയം. ആൻഡ് ഹീസ് ജനറലി ടിമിഡ്, പൊതുവെ ആളൊരു ഭീരുവാണ്. ഭീരുത്വം ആഴ്സനിക് അയഡേറ്റം പേഷ്യൻറ്റിൻ്റെ കൂടെ ഉണ്ട്, വളരെ ജനറൽ കണ്ടീഷനാണ്. ഹീസ് ഇംപേഷ്യൻറ്റ് ആൻഡ് ഇൻ എ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ഹറി, ആകെ ഒരു അസ്വസ്ഥത, ഒരു അക്ഷമ സ്വഭാവം, എപ്പോഴും ഇങ്ങനെ തിരക്കിട്ട് ഓരോ കാര്യവും ഒരു അവധാനതയില്ലാതെ തിരക്കിട്ട് ചെയ്യുന്നൊരവസ്ഥ. ഹി ബിക്കംസ് ഇൻഡിഫറൻറ്റ് ടു ഹിസ് ഫ്രണ്ട്സ്, ആൾ തൻ്റെ സുഹൃത്തുക്കളോട് പോലും ഒരു നിർവികാര ഭാവം, ഒരു സൗഹൃദവും സ്നേഹവും അടുപ്പവും ഒക്കെ പ്രകടിപ്പിക്കേണ്ട കാലത്ത് ഒരു നിർവികാര ഭാവം കാണിക്കുന്നു. ടു ഹാപ്പിനെസ് ആൻഡ് ടു ഹിസ് സറൗണ്ടിങ്സ്, സുഹൃത്തുക്കളോട് മാത്രമല്ല സന്തോഷകരമായ കാര്യങ്ങളോട്, പരിസരങ്ങളോടൊക്കെ ഒരു നിർവികാരമായ ഒരു സമീപനം. ആവേഷൻ ടു വർക്ക്, ജോലി ചെയ്യാൻ മടി, അതിനോട് ഇഷ്ടമല്ല. ഹി സീംസ് ടു ബി ഗോയിങ് ടുവേർഡ്സ് ഇൻസാനിറ്റി, അപ്പോൾ അയാൾക്ക് താൻ ഭ്രാന്തിലേക്ക് പോവുകയാണെന്നുള്ള തോന്നൽ അയാൾക്ക് തന്നെയുണ്ട്. പക്ഷേ പുറമേ നിന്ന് നിരീക്ഷിക്കുന്നവർക്കും അയാളൊരു മനോരോഗത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക്, മാനസിക രോഗാവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് തോന്നും. ഈസ് അണേബിൾ ടു ഡിസൈഡ് ബിറ്റ്വീൻ ടു ഒപ്പീനിയൻസ്, രണ്ടഭിപ്രായം, ചെയ്യണോ വേണ്ടയോ, അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ അയാൾക്ക് കഴിവില്ല. അപ്പോൾ അയാളുടെ ഇൻ്റലക്റ്റും വില്ലും എല്ലാം അവിടെ ഇൻവോൾവ് ആയെന്നർത്ഥം. ഹി സഫേഴ്സ് ഫ്രം എ സഡൻ ഇമ്പൾസ് ടു കിൽ സംബഡി, ആരെങ്കിലും പെട്ടെന്ന് കൊല്ലണം പെട്ടെന്നുള്ള തോന്നല്, ആ തോന്നൽ അയാൾ അലട്ടുന്നുണ്ട്. വെരി ടോക്കറ്റീവ് അറ്റ് ടൈംസ്, മിർത്ത്ഫുൾ, ചേഞ്ചബിൾ മൂഡ്സ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കണ്ടീഷൻസ് ഓഫ് മൈൻഡ്. അപ്പോൾ മനസ്സിൻ്റെ മനോസ്ഥിതി പലപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ വല്ലാതെ സംസാരിക്കും, വല്ലാതെ അമിതമായ ആഹ്ലാദവും ഉല്ലാസവും കാണിക്കും. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ആ മൂഡ് മാറും. മനസ്സിൻ്റെ അവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. വല്ലാത്ത ഉത്സാഹവും ക്ഷീണവും ഭീതിയും ഭീരുത്വവും ഒക്കെ മാറി വരാം. എ ഡിഗ്രി ഓഫ് മെന്റൽ പ്രൊസ്റ്റേഷൻ പ്രൊവൈഡ്സ് കണ്ടിന്യൂലി. അപ്പോൾ തുടർച്ചയായിട്ട് ഇതിൻ്റെയൊക്കെ അന്തർധാരയായിട്ട് കാണുന്നത്
മനസ്സിൻ്റെ ഒരു ക്ഷീണിച്ച് തളർന്ന അവസ്ഥ, അതിങ്ങനെ ഇതിൻ്റെ അന്തർധാരമായിട്ട് കാണാം. ആ അന്തർധാരയിൽ നിന്നും ചിലപ്പോൾ ഒരു ചാട്ടം, ഒരു നിർത്ത്, വല്ലാത്തൊരു അത്യുത്സാഹം, അതൊരു അനാരോഗ്യകരമായ കാര്യം. ചിലപ്പോൾ അതിന് കൊല്ലണം എന്നുള്ള ഇമ്പൾസ്. പക്ഷെ ഇതിൻ്റെ അന്തർധാരമായിട്ട് കിടക്കുന്നത് മനസ്സിൻ്റെ ഒരു തളർന്ന ഒരു അവസ്ഥയാണ് കിടക്കുന്നത്. ഹീസ് ഓവർ സെൻസിറ്റീവ് എസ്പെഷ്യലി ടു നോയ്സ്. അയാൾ പൊതുവെ അമിതമായ സംവേദനക്ഷമതയുണ്ട്. ശബ്ദത്തോടാണ് ഈ സംവേദനക്ഷമത കൂടുതലുള്ളത്. ഇൻക്ലിനേഷൻ ടു സിറ്റ്, averse to being spoken to, and he starts during sleep. ഇപ്പോൾ തളർന്ന് എവിടെയെങ്കിലും ഇരിക്കാനുള്ളൊരു തോന്നൽ ഇയാൾക്കുണ്ട്. അയാളോട് ആരെങ്കിലും സംസാരിക്കാൻ ചെല്ലുന്നത് ആൾക്ക് ഇഷ്ടമല്ല. ഉറക്കത്തിൽ ആൾ ഞെട്ടും. പേഴ്സിസ്റ്റന്റ് ടോർമെന്റിങ് തോട്ട്സ്, ഇയാളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ചിന്തകൾ, അത് പേഴ്സിസ്റ്റിങ്, വല്ലപ്പോഴല്ല, അയാൾ സുസ്ഥിരമായിട്ടുണ്ട്. സുസ്ഥിരമായ ചില ചിന്തകളാൽ, ആശങ്കകളായിരിക്കാം, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള ഒരു അനിശ്ചിതത്വമായിരിക്കാം, ഇതെല്ലാം ഇയാളെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. അത് ഇയാളെ സുസ്ഥിരമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നു. വാണ്ടറിങ് തോട്ട്സ്, ചിന്തകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വാണ്ടറിങ്, ചിന്തകൾ അലഞ്ഞു നടക്കും. ചിന്തകൾ ഫോക്കസ്ഡ് അല്ല. സ്റ്റുപ്പിഫാക്ഷൻ ഓഫ് മൈൻഡ്, മനസ്സ് ആ ഒരു മൗഢ്യത്തിലേക്ക് പോകുന്നു. ഇൻ ദ വുമൺ ദർ ഇസ് മച്ച് വീപ്പിംഗ്. ഈ സ്ത്രീകളാണെങ്കിൽ സങ്കടപ്പെട്ട് കരയുന്നൊരവസ്ഥ, വിതുമ്പിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. വോട്ടിക്കോ വൈൽ വാക്കിംഗ്, നടക്കാൻ നേരത്ത് തലകറക്കമുണ്ട്. ഇറ്റ് വിൽ ക്യൂർ ദ പർട്ടിക്കുലേഴ്സ് ഗിവൻ ബിലോ when the generals above mentioned strongly predominate. ഇതുവരെ പറഞ്ഞത് ആർസനിക് അയോഡിൻ രോഗിയുടെ ജനറൽ കണ്ടീഷനാണ്. ഇത് വളരെ ശക്തമായിട്ട് ഒരു രോഗിയിൽ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന പർട്ടിക്കുലേഴ്സിനെയും അത് സുഖപ്പെടുത്തും. അത് ഹോമിയോപ്പതിയുടെ ഗോൾഡൻ റൂളാണ്. ഇത് കെന്റ് ഇടക്കിടക്ക് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിന് ലെക്ചേഴ്സ് ആണല്ലോ, തൻ്റെ വിദ്യാർത്ഥികളെ ഓരോ ഔഷധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും പലതരത്തിൽ ഈ ഹോമിയോപ്പതിയിലെ ഈ ഗോൾഡൻ റൂളിനെ കെന്റിങ്ങിനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടു, ഇദ്ദേഹത്തിൻ്റെ തന്നെ വിദ്യാർത്ഥികൾ പലരും ഇത്രയും ക്ലാസ്സുകൾ ഇരുന്നിട്ട് പോലും പിന്നീട് വഴിതെറ്റിപ്പോകുകയും അവർ തെറ്റായ പ്രാക്ടീസിലേക്ക്, ലോവർ പൊട്ടൻസീസിൻ്റെ, ടിങ്ചേഴ്സിൻ്റെ ഒക്കെ അമിതമായ ഉപയോഗം, കീനോട്ട് സിംറ്റംസ് വെച്ചുള്ള പ്രാക്ടീസ്, അങ്ങനെ സപ്രസ് ചെയ്യുക, അലോപ്പതിക്ക് സമാനമായിട്ട് ഒരുപക്ഷെ അതിനേക്കാൾ അപകടകരമായ തരത്തിൽ പ്രാക്ടീസ്, ഞങ്ങളുടെ അപകടങ്ങളിലേക്ക് തൻ്റെ തന്നെ വിദ്യാർത്ഥികൾ പോയി കണ്ടതിൻ്റെ അനുഭവം കൊണ്ടായിരിക്കണം കെന്റ് വിജയകരമായ ഹോമിയോപ്പതിക് പ്രാക്ടീസിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പലതരത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനറൽസിൻ്റെ പ്രാധാന്യത്തെ കെന്റ് ഇവിടെ വീണ്ടും പറഞ്ഞുകൊണ്ട് പർട്ടിക്കുലേഴ്സിലേക്ക് കിടക്കുകയാണ്. ഓൾദോ ദർ ഈസ് ഹൈപ്പറേമിയ ഓഫ് ദ ബ്രെയിൻ, തലയിലേക്ക് ചോര ഇരച്ചു കയറുന്ന അവസ്ഥ ഉണ്ടെങ്കിലും ദ സ്കാൽപ് ഫീൽസ് കോൾഡ്, തലയിലേക്ക് ചോര ഇരച്ചു കയറുകയാണ്, തല ചൂടാകുകയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും തലയോട് തണുത്തിരിക്കുന്നു. അത് വളരെ സവിശേഷമായ ലക്ഷണമാണ്. ഇറപ്ഷൻസ് ക്രസ്റ്റി, ഒറ്റ പിടിക്കുന്ന തരത്തിലുള്ള ഇറപ്ഷൻസ്, കുരുക്കള്, പരുക്കള്. സ്കർവി എക്സിമേറ്റസ്, ദ ഹെയർ ഫാൾസ് ഔട്ട് ആൻഡ് ദ ഹെഡ് ഫീൽസ് ഹെവി, മുടി കൊഴിഞ്ഞു പോകുന്നു, തലയിൽ വരട്ട് ചൊറി ഒക്കെ ഉണ്ട്, തലയിൽ ഭാരം. ഇച്ചിങ് ഓഫ് ദ സ്കാൽപ്പ്, തലയോടില് ചൊറിച്ചില്. വിത്ത് ആൻഡ് വിത്തൗട്ട് ഇറപ്ഷൻ, ഒരു പരുക്കളോ കുരുക്കളോ ഇല്ലാതെ തന്നെ ചൊറിച്ചിലുണ്ടാകാം, ചിലപ്പോൾ പരുക്കളോട് കൂടി ചൊറിച്ചിലുണ്ട്, രണ്ടു തരത്തിലും ചൊറിച്ചിലുണ്ടാകാം. പെയിൻ ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ, ബെറ്റർ ഇൻ ഓപ്പൺ എയർ, പ്രഭാതത്തിലും ഉച്ചകഴിഞ്ഞും വേദന, തുറസായ വായുവിൽ അതിന് ഒരു മെച്ചമുണ്ട്. വേഴ്സ് ഇൻ വാം റൂം, ചൂടുള്ള മുറിയിൽ വേദന വർദ്ധിക്കുന്നു. ബെറ്റർ ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് വേഴ്സ് ഫ്രം ഹാംഗ്രി, ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വേദനയ്ക്ക് ശമനമുണ്ട്. വിശന്നിരിക്കാൻ നേരത്ത് ഈ തലവേദന വർദ്ധിക്കും. വേഴ്സ് ഫ്രം മോഷൻ, ചലനം കൊണ്ട് വർദ്ധിക്കും, ശബ്ദം കൊണ്ട് വർദ്ധിക്കും, നടക്കുന്നുകൊണ്ട് വർദ്ധിക്കും. പെയിൻ ഹെഡ് ഫ്രം കാറ്റാറ ഓഫ് നാസൽ പാസേജസ്, മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് മൂക്കിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് മറ്റൊക്കെ പോകുന്ന ആ പാസേജസിൽ, അവിടുത്തെ ശ്ലേഷ്മസ്ഥലങ്ങളിൽ ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വേദന, തലയിൽ വേദന വരും. ഇത് കൊറൈസ, ജലദോഷം. പീരിയോഡിക്കൽ ഹെഡ് ഏക്സ് ഫ്രം മലേറിയ, മലേറിയ വന്നവർക്ക് നിശ്ചിത കാലയളവിൽ തലവേദന വരുന്നൊരവസ്ഥ. ഇതൊക്കെ സാധാരണ പലരും കാണുന്ന സ്ഥിതികളാണ്. വിത്ത് ഹാർട്ട് ട്രബിൾസ് ആൻഡ് ഫ്രം സിഫിലിസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. ആൻഡ് ഫ്രം സിഫിലിസ് ഉണ്ടോ, സിഫിലിസിന് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പെയിൻ ഇൻ ഫോർഹെഡ് ഇൻ ഈവനിങ്, സായാഹ്നത്തിൽ, സന്ധിക്ക് നെറ്റിയിൽ വേദന. എബോ ദ ഐസ്, കണ്ണിന്റെ മേൽഭാഗത്ത് വേദന. ഓഫൻ ദ റൂട്ട് ഓഫ് ദ നോസ്, റൂട്ട് ഓഫ് ദ നോസ് എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. മൂക്കിന്റെ ആ വേര്, മൂക്കിന്റെ മേൽഭാഗം, ആ റൂട്ട്,
നെറ്റിയോട് ചേരുന്ന ഭാഗത്ത് വേദന കൂടുതൽ. പെയിൻ ഒക്സിക്യൂട്ട് സൈഡ്സ് ഓഫ് ഹെഡ്, ടെമ്പിൾസ് ആൻഡ് വേർട്ടക്സ്. അപ്പോൾ തലയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തും തന്നെ വേദന ഉണ്ടെന്നർത്ഥം. പ്രസ്സിംഗ് പെയിൻ ഫോർ, നെറ്റിയിൽ ഞെക്കുന്ന പോലെ വേദന. ഇത് സ്ലീപ്പിനെസ്, അതോടൊപ്പം നെറ്റിയിൽ ഞെക്കുന്ന പോലെ വേദന വരുന്നതോടൊപ്പം ഉറക്കം തൂങ്ങും. പ്രസ്സിംഗ് പെയിൻ ഇൻ ദ ഓക്സിപിറ്റ് ആൻഡ് ടെമ്പിൾസ്, സോർ ബ്രൂസ് പെയിൻ ഇൻ ദ ഹെഡ്, സ്റ്റിച്ചിങ് ഇൻ ഹെഡ് ഇൻ ടെമ്പിൾസ്, ടിയറിംഗ് പെയിൻ ഇൻ ഹെഡ്, ദ ഹെഡ് പെയിൻസ് ആർ സ്റ്റഡിങ്. ചുരുക്കി പറഞ്ഞാൽ തലയിലെ എല്ലാ ഭാഗത്തും എല്ലാ തരത്തിലുള്ള വളരെ വിസ്മയകരമായ വേദനകളൊക്കെ ഇതിലുണ്ട്. പെർസ്പിറേഷൻ ഓഫ് ദ ഫോർഹെഡ്, നെറ്റി വിയർക്കുന്നു. പൾസേറ്റിംഗ് ഇൻ ദ ഹെഡ്, തലയിൽ വിങ്ങൽ. ഫോർഹെഡ്, നെറ്റിയിൽ വിങ്ങൽ. ടെമ്പിൾസിൽ, ചെന്നിയിൽ വിങ്ങൽ. ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റീവ, കണ്ണിന്റെ നേത്രത്തിലെ വെളുത്ത ഭാഗത്ത് വീക്കം. ആൻഡ് ഓഫ് ദ ഐറിസ്, ഐറിസിൽ വീക്കം. ക്രോണിക് കാറ്റാറൽ കണ്ടീഷൻസ് ഓഫ് ദ ഐസ് ഇൻ സോറിക് ആൻഡ് സിഫിലിറ്റിക് സബ്ജക്ട്സ്. അപ്പോൾ സോറിക് നേച്ചറും സിഫിലിറ്റിക് നേച്ചറുള്ള ആളുകളിൽ കണ്ണിൻ്റെ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിലെ ശ്ലേഷ്മസ്തരങ്ങളിലൊക്കെ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ടാകാം. ഈസി ലാക്രിമേഷൻ, വളരെ എളുപ്പം കണ്ണിൽ നിന്ന് വെള്ളം വരും. വേഴ്സൺ കോൾഡ് എയർ, തണുത്ത വായുവിലാണ് കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് വർദ്ധിക്കുന്നത്. പെയിൻ ഐസ് വെൻ റീഡിങ്, വായിക്കുമ്പോൾ കണ്ണിൽ വേദന. സോർനെസ് ഓഫ് ദ ഐബാൾസ്, നേത്രഗോളങ്ങളിൽ നൊമ്പരം കണ്ണ് ചലിപ്പിക്കുമ്പോഴൊക്കെ. സ്റ്റിച്ചിങ് പെയിൻ ഐസ്, കണ്ണിൽ കുത്തുന്നതുള്ള വേദന. പ്രൊട്രൂഷൻ ഓഫ് ദ ഐബോൾസ്, പീപ്പിൾസ് ഡൈലേറ്റഡ്, കണ്ണ് നേത്രഗോളം പുറത്തേക്ക് തള്ളി വരുന്നു. പീപ്പിൾസ് അത് അയവുള്ളതായി വലുതാകുന്നു. റെഡ്നെസ് ഓഫ് ദ ഐസ്, കണ്ണിൽ ചുവപ്പ് നിറം. സ്റ്റിയറിംഗ് ലുക്ക്, കണ്ണിങ്ങനെ തുറച്ചു നോക്കുന്ന പോലെ. സങ്കൺ ഐസ്, കണ്ണ് താഴ്ന്ന് കണ്ണിന്റെ ജീവൻ പോയ പോലെ തോന്നും. ദ ലിഡ്സ് ആർ സോളൻ ആൻഡ് എഡിമാറ്റസ്, കൺപോളകൾ വിങ്ങുന്നു, വെള്ളം വന്ന് കെട്ടിയതുപോലെ. ടീച്ചിങ് ഓഫ് ദ ലിഡ്സ്, കൺപോളകൾ അനിയന്ത്രിതമായ ചലനം. വൈൽഡ് ലുക്ക് ഇൻ ദ ഐസ്, കണ്ണ് നോക്കുമ്പോൾ ഒരു വന്യമായ ഭയജനകമായൊരു നോട്ടം. ദ ഐസ് ആർ ജോണ്ടീസ്, കണ്ണ് മഞ്ഞപ്പിത്തം വന്ന പോലെ. വിഷൻ ഈസ് ഡിം, കാഴ്ച മങ്ങുന്നു. ഫ്ലിക്കറിങ്, കണ്ണിലിങ്ങനെ മിന്നൽ പോലെ വരുന്നു, പ്രകാശരേണുക്കളുടെ മിന്നൽ. ഫോഗി ആൻഡ് വീക്ക്, മങ്ങിയ കാഴ്ച, ക്ഷീണിച്ച കാഴ്ച. സ്പാർക്സ് ബിഫോർ ദ ഐസ്, കണ്ണില് പൊന്നീച്ച പറക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ദ ഇയേഴ്സ് ഡിസ്ചാർജ് ആർ എക്സ്കോറിയേറ്റിംഗ് ഫെറ്റിഡ് പേഴ്സ്, കാതിൽ നിന്നുള്ള സ്രവങ്ങൾ അത് സ്പർശിക്കുന്ന ഭാഗങ്ങളൊക്കെ തൊലി പോകും, ദുർഗന്ധമുണ്ട്. ബസ്സിങ്, ഹമ്മിങ്, റിംഗ് ആൻഡ് റോറിംഗ് ഇൻ ഇയേഴ്സ്, കാതിൽ എല്ലാത്തരം വേദനകളും, മണികിലുക്കം പോലെ മൂളലൊക്കെ ഉണ്ട്. കാറ്റാർ ഓഫ് ഇസ്റ്റേഷൻ ട്യൂബ്സ് ആൻഡ് മിഡിൽ എയർ, ചെവി വായുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ആ പാസേജിൽ മധ്യകരണത്തിലൊക്കെ കഫസംബന്ധമായ പ്രശ്നങ്ങൾ. ദ പെയിൻ ഈസ് ഏക്കിംഗ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിംഗ്, കുത്തുന്ന പോലെ, നൊമ്പരമുള്ളത് പോലെ, വലിച്ചു കീറുന്ന പോലെയൊക്കെയുള്ള വേദന. സ്റ്റോപ്ഡ് സെൻസേഷൻ ഇയേഴ്സ്, ചെവിയിലകത്ത് ഒരു സംവേദനക്ഷമതയില്ല, ചെവി ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഹിയറിംഗ് ഈസ് ഇമ്പയർഡ്, കേൾവി കുറയുന്നു. മോസ്റ്റ് stubborn nasal catarrh is bloody, acrid, copious, excoriating, greenish, purulent, thick, yellow or yellowish green discharge. Honey-like discharge. Coryza with watery discharge. Coryza in open air with cough. മൂക്കിൽ നിന്നും എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കടുത്ത കഫസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട്. ചോര വരും, ആ സ്രവങ്ങൾ സ്പർശിക്കുന്നിടത്ത് തൊലി പോകും, ധാരാളം ഉണ്ടാകും. പച്ച നിറത്തിലാകാം, വർദ്ധിച്ച തോതിലാകാം, കട്ടിയുള്ളതാകാം, മഞ്ഞയോ മഞ്ഞ കലർന്ന പച്ചയോ ആകാം. തേൻ പോലെ ഉള്ള ഡിസ്ചാർജ്, അത് നമ്മൾ നേരത്തെ കണ്ടു, തേൻ പോലുള്ള ഡിസ്ചാർജ്, ആ നിറവും ആ ഒഴുക്കും ഒക്കെ അങ്ങനെ. ജലദോഷം, പച്ചവെള്ളം പോലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാം. തുറന്ന വായുവിൽ ചുമയും വരും. ഇറ്റ് ഹാസ് ബീൻ എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ഹേ ഫീവർ, നമ്മുടെ അലർജികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിലൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ആർസനിക് അയണേറ്റം. അപ്പോൾ അതിൻ്റെ ആ ടിപ്പിക്കലായിട്ടുള്ള മൊഡാലിറ്റീസ് നോക്കുക. തണുപ്പും ചൂടും തുറന്ന വായുവും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു മൊഡാലിറ്റീസ് നോക്കുക. ഇത്രയും കൃത്യമായിട്ടുള്ള മൊഡാലിറ്റീസ് കിട്ടുകയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള 4-5 ജനറൽസ് ഉണ്ടെങ്കിൽ അലർജി എന്നല്ല, ക്യാൻസർ എന്നല്ല, സിഫിലിസോ ഗൊണോറിയോ എന്നല്ല, എന്ത് പ്രശ്നവും മാറിപ്പോകും. ആ തരത്തിൽ നമ്മൾ ഔഷധങ്ങൾ നമ്മൾ കാണണം. ഡ്രൈനസ് ഇൻ നോസ് ആൻഡ് എപ്പിറ്റാക്സിസ്, മൂക്ക് വരണ്ടിരിക്കുന്നു, ചോര ഒഴുക്ക്. ഒബ്സഷൻ ഓഫ് നോസ്, മൂക്ക് അടഞ്ഞിരിക്കുന്നു, അതിറ്റാക്സിസാണ്. മൂക്ക് അടഞ്ഞിരിക്കൽ, മൂക്കിൻ്റെ 2 ദ്വാരങ്ങളും മാറി ഇടയിലൊക്കെ സോറയുടെ ലക്ഷണമായിട്ട് സാമുൽ ഹനിമാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പെയിൻ ഇൻ നോസ്, മൂക്കിൽ വേദന. സ്മെൽ ലോസ്റ്റ്, മണം പോയി, ഗന്ധം കിട്ടുന്നില്ല. മച്ച് സ്നീസിങ്, വല്ലാതെ തുമ്മല്. സ്വെല്ലിംഗ് ഇൻസൈഡ് നോസ്, മൂക്കിൻ്റെ അകത്ത് വീക്കം. അൾസറേഷൻ ഓഫ് നോസ്, മൂക്കിൽ വ്രണങ്ങൾ.
ഈ അലർജിക്കാരിലൊക്കെ കാണുന്ന പല പല പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ ഇതിൽ. ദ ഫേസ് ബിക്കംസ് കോൾഡ്, മുഖം തണുത്തിരിക്കുന്നു. ബ്ലൂയിഷ് ലിപ്സ് ആൻഡ് ബ്ലൂയിഷ് സർക്കിൾസ് അബൌട്ട് ഐസ്, ചുണ്ടുകൾ നീലിച്ചു, കണ്ണുകൾക്ക് ചുറ്റും നീലിക്കുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് സൂചനയായിട്ട് പണ്ട് കാലത്ത് പറയുന്നതാണ്. പല മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം അത്. ബ്രൗണിഷ് ഏർത്തി ഓർ പെയിൽ ഫേസ്, മുഖം തവിട്ട് നിറത്തിലാകാം, മണ്ണിന്റെ നിറത്തിലാകാം, വിളറിയാകാം. എഗെയിൻ ദ ഫേസ് ഇസ് റെഡ് ആൻഡ് ദർ ആർ സർക്കംസ്ക്രൈബ്ഡ് റെഡ് ചീക്സ്. അപ്പോൾ മുഖം ചുവന്നതാകാം, ചുവന്ന പാടുകൾ വൃത്തങ്ങളൊക്കെ കവിളുകളിലുണ്ടാകാം. ദ ഫേസ് ഇസ് സാലോ ആൻഡ് ജോണ്ടീസ്ഡ്, മുഖം ആകെ ഇടിഞ്ഞ് ആകെ മഞ്ഞപ്പിത്തം വന്ന പോലെ മഞ്ഞച്ചുമാകാം. മുഖത്തും എല്ലാത്തരം നിറം മാറ്റങ്ങളും ഭാവമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അർത്ഥം. യെല്ലോ സ്പോട്ട്സ് ഓൺ ദ ഫേസ്, മഞ്ഞ നിറത്തിലുള്ള പാടുകൾ. സിക്ലി ലുക്ക്, മുഖം കണ്ടു കഴിഞ്ഞാൽ ആളൊരു രോഗിയാണെന്ന് പറയും. ദ ഫേസ് ലുക്സ് ഡ്രോൺ ആൻഡ് എമിഷിയേറ്റഡ്, മുഖം ഇങ്ങനെ വലിഞ്ഞ് തൂങ്ങി ശോഷിച്ച്, മുഖം മാത്രം ശോഷിച്ചിരിക്കുന്ന അവസ്ഥ ചില രോഗികളുടെ അവസ്ഥയിൽ കാണും. മുഖത്ത് തലയോടും തൊലിയും മാത്രമായിട്ടിരിക്കുന്ന ചില ലുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇറപ്ഷൻസ് ഓൺ ഫേസ് ആൻഡ് നോസ്, മുഖത്തും മൂക്കിലുമൊക്കെ പരുക്കള്. ആക്നെ, എക്സീമ, പിമ്പിൾസ്, പസ്റ്റ്യൂൾസ്, എല്ലാത്തരം കുരുക്കളും മൂക്കുരുക്കളും പ്രശ്നങ്ങളൊക്കെ മുഖത്തുണ്ട്. എക്സ്പ്രസ് സിക്ലി ആൻഡ് ഓൾഡ്, കണ്ടാൽ രോഗിയാണെന്ന് പറയും. ആൾക്ക് പ്രായം വല്ലാതെ കൂടിയെന്ന് പറയും. പ്രായം അത്രയൊന്നും ആയിരിക്കണമെന്നില്ല. പെയിൻ ഇൻ ദ ഫേസ്, മുഖത്ത് വേദന. സ്വെല്ലിംഗ് ഓഫ് ദ ഗ്ലാൻസ് ഓഫ് ദ ലോവർ ജോ, കീഴ്ത്താടിയിലുള്ള ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളിൽ വീക്കം. സ്വെല്ലിംഗ് ഓഫ് ദ സബ്മാക്സിലറി ഗ്ലാൻസ്, കവിളുടെ ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ വീക്കം. സബ്മാക്സിലറി ഗ്ലാൻസ് എന്നുള്ളത് ഇറ്റാലിസിലാണ്. ട്വിച്ചിങ് ഓഫ് ദ ഫേസ്, മുഖത്ത് വലിച്ചു കോച്ചല്. ഇൻ ദ മൗത്ത് ദർ ആർ ആഫ്റ്റർ ദ ഗംസ് ബ്ലീഡ് ഈസിലി ആൻഡ് ദ ടോങ് ഈസ് ക്രാക്ഡ്, വായിൽ ചെറിയ ചെറിയ വ്രണങ്ങള്, മോണയിൽ നിന്നും രക്തസ്രാവം, നാവിലിങ്ങനെ വിള്ളൽ വിണ്ടുകീറുന്ന പോലെ. ദ ടങ് ഈസ് കോട്ടഡ് ബ്രൗൺ ആൻഡ് വൈറ്റ്, തവിട്ട് നിറത്തിലും വെള്ള നിറത്തിലുള്ള ആവരണം നാവിലുണ്ടാകാം. മൗത്ത് ആൻഡ് ടങ് ആർ ഡ്രൈ അറ്റ് നൈറ്റ് ആൻഡ് ഡ്യൂറിങ് സ്ലീപ്പ്, രാത്രിയിലും ഉറക്കത്തിലും വായും നാവും ഉണങ്ങിയിരിക്കും. നിരവധി പേര് വന്ന് പറയുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സ് ആണ്. ദ ടങ് ഫീൽസ് എൻലാർജ്, നാവ് വീർത്തിരിക്കുന്ന പോലെ തോന്നലാണ്, വീർത്തിരിക്കുകയല്ല, അതൊക്കെ തോന്നലാണ്, ഫീലിംഗ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ്, മോണകളിലെ വീക്കം. മ്യൂക്കസ് ഇൻ ദ മൗത്ത് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേക്കും വായിൽ നിറയെ കഫം നിറഞ്ഞിരിക്കുന്നു. ദ മൗത്ത് ഈസ് ഒഫൻസീവ്, വായിക്ക് വല്ലാതെ ദുർഗന്ധം. ഇവൻ പ്യുട്ടിഷ്. പെയിൻ ഇൻ ദ ഗംസ്, സോർ ബേണിംഗ് ടങ്, മോണയിൽ വേദന, അവിടെ നൊമ്പരം, നാവിൽ പൊള്ളൽ പോലെ. സലൈവേഷൻ ഇറ്റാലിസിലാണ്, ഉമിനീര് എപ്പോഴും ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ സിഫിലിറ്റിക് നേച്ചറിന്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സ്കോർബ്യൂട്ടിക് ഗംസ്, സ്കർവി, മോണയിൽ നിന്നും രക്തസ്രാവവും മോണ ശോഷിക്കലും ഒക്കെ. സ്പീച്ച് സ്റ്റാമറിങ്, വിക്കല്. സോളൻ ഗംസ്, മോണകളിൽ വിങ്ങിയിരിക്കുന്നു. ദ ടേസ്റ്റ് ഇസ് ബാഡ്, ബിറ്റർ, പ്യൂട്ടിഡ്, സാൾട്ടിഷ്, സോർ, സ്വീറ്റിഷ്. അപ്പോൾ വായിൽ എല്ലാത്തരം രുചികളുണ്ട്. ചവർപ്പെന്നുള്ളത് മാത്രം ഇറ്റാലിസിലാണ്. കയ്പും മോശം രുചിയും ഉപ്പ് രുചിയും മധുരം ഒക്കെ ഉണ്ട്. ടീത്ത് ഫീൽ ഇലോങ്ങേറ്റ്, പല്ല് നീണ്ടു വരുന്നതായുള്ള തോന്നല്. നീണ്ടു വരുന്നതായിട്ട് രോഗിക്ക് തോന്നും. പണ്ട് ബാബുചേട്ടനും ഞാനും കൂടി ഒരുമിച്ചിരുന്നിടത്തൊരു കേസിൽ ഈ ഒരു വളരെ വിചിത്രമായ ലക്ഷണം. അയാള് വേറൊരു പ്രശ്നമായിട്ട് വന്നതാണ്, വയറിൻ്റെ പ്രശ്നമായിട്ട് വന്ന ആളാണ്. പക്ഷെ ആളിങ്ങനെ ചോദിച്ചു വന്നപ്പോൾ പല്ലിന് പുള്ളിക്ക് ഇങ്ങനത്തെ വലിയ പ്രശ്നമുണ്ട്, പല്ല് കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല്ല് നീണ്ടുവരുന്നത് തോന്നുന്നുണ്ട്. അതൊരു കൽക്കേറിയ പേഷ്യൻ്റ് ആയിരുന്നു. 2-3 മാസം കൊണ്ട് ആ പ്രശ്നമൊക്കെ തീർന്നു പോയല്ല. പെയിൻ ഇൻ ദ ടീത്ത് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം പല്ലുവേദന. ടീറിങ് പെയിൻ ഇൻ ദ ടീത്ത്, പല്ലിങ്ങനെ വലിച്ചു കീറുന്ന പോലെ വേദന. മച്ച് ചോക്കിംഗ് ഇൻ ദ ത്രോട്ട്, തൊണ്ട ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച പോലെ, അടഞ്ഞിരിക്കുന്ന പോലെ. ഡ്രൈനസ് ഇൻ ദ ത്രോട്ട് മെംബ്രെയിൻസ് ഫോം ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ വരണ്ട മെംബ്രെയിൻസ്, സ്ഥലങ്ങൾ തൊണ്ടയിലുണ്ടാകുന്നു. ബേണിംഗ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ പൊള്ളല്. കോൺസ്റ്റന്റ്ലി സ്ക്രേപ്പിംഗ് ഇൻ ത്രോട്ട്, തൊണ്ടയിൽ ഇങ്ങനെ എന്തോ കൊണ്ട് ചുരണ്ടുന്ന പോലെ തോന്നല്, ഇക്കിളിയോ ചൊറിച്ചിലോ ഒക്കെ. സോളോയിങ് ഡിഫിക്കൽ, വിഴുങ്ങാൻ പ്രയാസം, തൊണ്ട അടഞ്ഞിരിക്കുകയാണല്ലോ, വിഴുങ്ങാൻ പ്രയാസം. സോളൻ ത്രോട്ട്, വിങ്ങിയിരിക്കുന്ന തൊണ്ട. അൾസറേഷൻ ഇൻ ദ ത്രോട്ട് ഫ്രം സിഫിലിസ്, സിഫിലിറ്റിക് രോഗികളിൽ സിഫിലിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരുന്ന തരത്തിൽ തൊണ്ടയിൽ വ്രണങ്ങൾ. പർട്ടിക്കുലർ സിംറ്റംസിന്റെ സമൃദ്ധിയാണ്. അതിന്റെ തുടർച്ച വീണ്ടും നമുക്ക് പലർത്തും കാണാം.
സിഫിലിറ്റിക് നേച്ചറിലുള്ള സ്ഫോറിക് നേച്ചറിലുള്ള നിരവധി രോഗികളെ സുഖപ്പെടുത്താൻ പര്യാപ്ത ഒരു ഔഷധമാണിത്. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.